അയ്യപ്പ സംഗമത്തിന് ശേഷം മറ്റൊരു വിവാദം രൂപപ്പെട്ടിരിക്കുകയാണ്. അത് സ്വർണം ചെമ്പായി മാറുന്ന ഒരു മാജിക് ദേവസ്വം ബോർഡും ശബരിമലയിൽ അധികൃതരും എല്ലാം ചേർന്ന് നടത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് സാറിൻ്റെ പ്രതികരണം? സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമി അയ്യപ്പൻ ഒരു ആൽക്കമിസ്റ്റാണെന്ന് പുരാവൃത്തത്തിലോ ചരിത്രത്തിലോ ഐതിഹ്യത്തിലോ എവിടെയും പറഞ്ഞിട്ടില്ല, പുരാണത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതെ അതെ അവിടെ ബന്ധപ്പെട്ട ആൾക്കാർ ഇത് പഠിച്ചവരാണ്. ആരും പറയുന്നില്ല ഇവിടെ സ്വർണം ഉണ്ടായിരുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം ആരും അതിൻ്റെ ഏറ്റെടുക്കുന്നില്ല. അത് ഏറ്റെടുക്കേണ്ട ആൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ആൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അല്ലെങ്കിൽ ആ കസേരയിൽ കയറി ഇരിക്കരുത്. അദ്ദേഹത്തിനും ഇത് അറിയാൻ വയ്യ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒടുവിൽ അവിടുന്ന് കാണാതായ സ്വർണ്ണപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സംശയ വിധേയനായ വ്യക്തിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം ചീഫ് വിജിലൻസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം പറയുന്നു, ആഹാ ഇപ്പോൾ കണ്ടോ, അയാളാണ് കള്ളൻ, എന്നിട്ട് നിങ്ങളെല്ലാം കൂടെ എന്നെ കള്ളനാക്കി എന്ന് പറയുന്ന വിവരദോഷമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ദേവസ്വം ബോർഡിൻ്റെ കസേരയിലിരിക്കുമ്പോൾ പഴയതും ഇനി വരുന്നതും ഇപ്പോൾ നടക്കുന്നതുമായ കാര്യങ്ങളുടെ എല്ലാം ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിനുണ്ട്. ഇനി നമ്മൾ നാളെ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റുകൾ എന്താ? അതിനല്ലേ നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു കൂട്ടിയത്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ, മതേതരത്വം ഊട്ടിയുറപ്പിക്കാൻ, അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താനെന്നും പറഞ്ഞ് എന്തിനാ ഈ ആഗോള അയ്യപ്പ സംഗമം 9 കോടി രൂപ ചെലവിൽ വെച്ച് ആളില്ലാ കസേരകളുമായിട്ട് നിങ്ങൾ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അവരുടെ മൃഷ്ടാന്നമൊക്കെ ഒരുക്കി വെച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? എത്ര കോടി രൂപയാണ് പാഴായിപ്പോയത്? ഇതെല്ലാം നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾ ശബരിമലയേക്കാൾ വലിയ ചിത്രവുമായിട്ട്, പിണറായി വിജയൻ്റെ ചിത്രവുമായിട്ട് നിങ്ങൾ അതിൻ്റെ പരസ്യങ്ങളൊക്കെ നാട് നീളെ കൊണ്ടു നടന്നു. മോഹൻലാലിനെ ആദരിക്കുമ്പോഴും അങ്ങനെയാണ്. മോഹൻലാലിനേക്കാളും വലിയ പടം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേത് കൊടുത്തുകൊണ്ട് നാട് നീളെ നിങ്ങൾ അതിൻ്റെ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ, അതിൻ്റെ പരസ്യം പോലെ പ്രചരിപ്പിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വാലുപൊക്കലാണ് ഇതെന്നറിയാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ പബ്ലിസിറ്റി നിങ്ങളെടുത്തു. അയ്യപ്പൻ്റെ കെയർ ഓഫിൽ അയ്യപ്പനെ വിറ്റ് കാശ് വാങ്ങിച്ചുകൊണ്ടൊക്കെ പബ്ലിസിറ്റി നിങ്ങൾ നടത്തും. പക്ഷേ പിടിക്കും അയ്യപ്പൻ. അയ്യപ്പൻ്റെ കെയർ ഓഫിൽ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പോയ നിങ്ങൾക്കിപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഉയർന്നു വന്നു. ബൂമറാങ്. ഇതുവരെ ആരും അറിയാതെ നിഗൂഢതകൾ ഒളിച്ചിരുന്ന 4 കിലോ സ്വർണത്തിൻ്റെ കണക്ക്, സ്വർണത്തിന് ഏറ്റവും വില കൂടിയ, പ്ലാറ്റിനത്തെക്കാളും വില കൂടിയ, വജ്രത്തെക്കാളും വില കൂടിയ ഒരു സന്ദർഭത്തിൽ അത് പുറത്തു വന്നിരിക്കുകയാണ്. അയ്യപ്പൻ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മനുഷ്യൻ്റെ തിരുവായിൽ നിന്ന് തന്നെ അത് പുറത്തു വന്നിരിക്കുക. കുതിരമുഖത്തു നിന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇതിലൊരു പങ്കുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശബരിമലയുമായിട്ട് ഔദ്യോഗികമായിട്ടും ഒരു ബന്ധവുമില്ലാത്ത ഈ വ്യക്തിയുടെ കയ്യിൽ അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹങ്ങൾക്കുമേൽ വിജയമാലിയ എന്ന വ്യവസായി 1999 സ്പഷ്ടമായ സാക്ഷി തെളിവുകളോടുകൂടി ചാർത്തിയ ആ സ്വർണം ഒരു ഭക്തൻ്റെ സ്വർണമാണ്. അദ്ദേഹം നടത്തുന്ന വ്യവസായം ബിയറിൻ്റെയോ മദ്യത്തിൻ്റെയോ എന്തുമാകട്ടെ, അത് കോടതിയുടെ വിഷയമാണ്. അയ്യപ്പൻ്റെ മുമ്പിൽ അദ്ദേഹം ഒരു ഭക്തനാണ്, തൻ്റെ തെറ്റുകൾക്ക് ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുന്ന ഭക്തൻ. അങ്ങനെ വരുന്നവരിൽ ഈ മന്ത്രിമാരെല്ലാം പരിശുദ്ധന്മാരായ വ്യക്തികളായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് പോയി ആരും വിശ്വസിക്കില്ലല്ലോ. അത് വിജയമാലിയുടെ വ്യക്തിത്വമല്ല പ്രശ്നം. അദ്ദേഹം അവിടെ ഒരു അയ്യപ്പനായിട്ട് ചെന്നു, സമന്മാരായിട്ട് മറ്റ് അയ്യപ്പ കൂലി തൊഴിലാളികളായിട്ടുള്ളവരും ഉണ്ട് അവിടെ. അതുപോലെയുള്ള ആൾക്കാർക്ക് സമന്മാരായിട്ട് അവിടെ ചെന്നു. അങ്ങനെ പല മുതലാളിമാരും ചെല്ലാറുണ്ട്, കേന്ദ്രമന്ത്രിമാർ ചെല്ലാറുണ്ട്, നമ്മുടെ മന്ത്രിമാരും ചെല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എല്ലാവരും തുല്യരായിട്ട് കാണുന്ന ഒരു സന്ദർഭത്തിൽ അവരെ പോലെ തുല്യനായിട്ട് ഒരാളായിട്ട് കണ്ടിട്ടുള്ളൂ അയ്യപ്പൻ, നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ഈ ഭക്തൻ അദ്ദേഹം പശ്ചാത്താപമായിട്ടായിരിക്കണം അവിടെ ഉള്ള ദ്വാരപാല വിഗ്രഹങ്ങൾ ചെമ്പ് കൊണ്ട് പൊതിഞ്ഞതായിരുന്നു. അതിൽ ഞാൻ സ്വർണം പൊതിയാമെന്ന് പറഞ്ഞ് സ്വർണം പൊതിഞ്ഞു 1999. പക്ഷേ ഇതിൻ്റെ യാതൊരു വിധമായ കണക്കുകളും അവിടെ ഒരു രജിസ്റ്ററിലും കാണാനില്ല. രജിസ്റ്ററുകൾ മുക്കിയതാണോ എന്നറിയില്ല. ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ കാണിക്കയായി തന്നെ വരുമാനമുള്ള ഭക്തന്മാർ തന്നെ സ്വർണം കൊണ്ട് പൊതിയാൻ തയ്യാറാകുന്ന മനസ്ഥിതി കാണിക്കുന്ന മനസ്സുള്ള ഒരു ക്ഷേത്രത്തിൽ, സന്നിധാനത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഒന്നിൻ്റെ സ്വർണത്തിൻ്റെ കണക്ക് വാങ്ങിക്കാൻ 30 രൂപ വിലയുള്ള ഒരു രജിസ്റ്റർ വാങ്ങിക്കാൻ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന
ആ സ്ഥാപനത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ അയ്യപ്പനോടുള്ള അനാസ്ഥയാണ്, സാർ ശബരിമലയോടുള്ള അതാണ് അനാസ്ഥയാണ്. പറഞ്ഞത്, തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നിന്ന് ദേവസ്വം ബോർഡ് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നെ ഇത് ആർക്കാണ് ഉത്തരവാദിത്തം? എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുക? കോടതി പറയുന്നത് ദേവസ്വം ബോർഡിന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? ദേവസ്വം ബോർഡ് അല്ലേ അതാണല്ലോ ഇപ്പൊ കാണുന്നത്. കുടഞ്ഞുകൊണ്ടിരിക്കുന്ന അവരല്ലേ. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ പൂശിയത്? അത് വീണ്ടും പൂശാൻ വേണ്ടി നിങ്ങൾ കൊടുത്തയച്ചത്? ഇത് കോടതിയുടെ അനുവാദം വാങ്ങിക്കണം ഇതൊക്കെ പോകുമ്പോൾ. അതിൽ ചീഫ് വിജിലൻസ് കമ്മീഷണർ അതിൻ്റെ കൂടെ പോകണം, ദേവസ്വത്തിൻ്റെ വിജിലൻസ് കമ്മീഷണർ പോകണം. ഇതിൻ്റെ ഒന്നും രേഖകളില്ലെന്നേ. ചുമ്മാ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അതല്ലേ പറഞ്ഞു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്ത് അങ്ങ് വിട്ടേക്കുക. ഇയാൾ ആരായി ഉണ്ണികൃഷ്ണൻ പോറ്റി? ദേവസ്വം ബോർഡ് പ്രസിഡന്റാ? ചീഫ് വിജിലൻസ് കമ്മീഷണറാ? ഇളിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്ന ആ മനുഷ്യൻ ആരാണ്? ദുരൂഹ വ്യക്തിത്വം. അയാൾക്ക് എന്താണ് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് കാര്യം? അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള തെളിവുകൾ വെച്ച് ഊഹിക്കാൻ കഴിയുന്ന കാര്യം, അദ്ദേഹം ഒരു ദല്ലാളാണ്, ഒരു ദല്ലാൾ, ഒരു പവർ ബ്രോക്കർ. ആ നിലയിലുള്ള ഒരാളാണ്. ശബരിമലയിലെ അയ്യപ്പന് ചാർത്തിയ തങ്കം അടിച്ചു മാറ്റിയ വ്യക്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അയാൾ തന്നെയാണ് പറഞ്ഞത് 4 പീഠങ്ങൾ കാണാനില്ലെന്ന്. പീഠങ്ങളിൽ ഒന്ന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിലെ. വെഞ്ഞാറമ്മൂടും ശബരിമലയായിട്ട് എന്താ ബന്ധം? ഇതെങ്ങനെ വരുന്നു? തോന്നിയാസമല്ലേ നടക്കുന്നത്? ശുദ്ധ തോന്നിയാസം. ഇതൊന്നും ചോദിക്കാനും പറയാനും അവിടെ ആളില്ലേ. പിന്നെ എന്തിനാ ദേവസ്വം ബോർഡ്? ദേവസ്വം ബോർഡ് എന്തിനാണ് ഇങ്ങനെ നോക്കുകുത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടോ? അതോ മുഖ്യമന്ത്രിക്ക് പബ്ലിസിറ്റി വാങ്ങിച്ചു കൊടുക്കാനുള്ള PR വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണോ? എന്താണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ കറവപ്പശുവാണോ ദേവസ്വം? എത്ര ലക്ഷം ഭക്തന്മാരുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയുടെ രൂപമാണ് ശബരിമല സന്നിധാനം എന്ന് പറയുന്നത്. അവിടുത്തെ മുതലാണ് 4 കിലോ സ്വർണത്തിന് ഇന്നത്തെ വിലയ്ക്ക് നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് 500 കോടി രൂപയോളം, ഇന്നത്തെ വിലയ്ക്ക് 500 കോടി രൂപയോളം മൂല്യമുണ്ട് മാർക്കറ്റിൽ. അതടിച്ചു മാറ്റിയിരിക്കുന്നു. അതാണ് ജി സുധാകരൻ പറഞ്ഞത്. രാഷ്ട്രീയ മേലധികാരികൾ മര്യാദയ്ക്ക് അവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ അയ്യപ്പ വിഗ്രഹം പോലും, അത് പഞ്ചലോഹമാണ്, സ്വർണ്ണമല്ല, അതുപോലും അടിച്ചു മാറ്റുന്ന അവസ്ഥയാണുള്ളത്. കള്ളന്മാർ തള്ളിക്കയറുകയാണ് ഭക്തിയുടെ മറവിൽ. അതിലൊരു വ്യാജ ചരക്കാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, കള്ളനാണയമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അനുവാദം കൊടുത്തത് ആരാ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ എവിടെ നടക്കും? അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു അശ്ലീലമാണ്, ആവശ്യമില്ലാത്ത ഒന്നാണ്. അത് അല്ല, അതാണല്ലോ ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ദേവസ്വം ബോർഡ് എന്തിനാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ഭക്തർക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്? സ്വന്തം മുതൽ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു സ്ഥാപനമാണ് ദേവസ്വം ബോർഡെങ്കിൽ അതിനെ ശരിക്കും ഡിസ്ഫങ്ഷനിലാക്കണം, അതിൻ്റെ പ്രവർത്തനം നിർത്തണം, പിരിച്ചുവിടണം. അതിൻ്റെ അർത്ഥം അത് ഒരു അനർത്ഥമാണ് എന്നുള്ളതാണ്, അർത്ഥമില്ലാത്ത ഒരു ബോഡിയാണെന്നുള്ളതാണ്. നിങ്ങൾ ആഗോള സംഗമം നടത്താൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ മുതൽ ആചാരങ്ങൾ ഇതൊക്കെ പരിരക്ഷിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്താപം ചെയ്യാൻ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഈ സത്യങ്ങൾ അതിൻ്റെ അശ്വമുഖത്തു നിന്ന് തന്നെ, കുതിരമുഖത്തു നിന്ന് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കോടതി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ന് നിർണായകമാണ് കോടതിയെ ചോദ്യം. ദേവസ്വം ബോർഡിൻ്റെ ഇതിനകത്തെ പങ്ക് നമുക്കറിയണം. ഇതെല്ലാം ആയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ചുകൊണ്ട് നടത്തിയ ഒരു ഗൂഢാലോചന, ഒരു കുംഭകോണത്തിൻ്റെ കഥയാണ് നടക്കുന്നത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ മാത്രമല്ല അയ്യപ്പനെ ഇവർ കച്ചവടം ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ വിജയ് മാലിയ കൊടുത്ത സ്വർണ്ണമെടുത്ത് മുക്കിക്കൊണ്ടും കൂടിയാണ് ഇത് നടത്തി. ഇതിന് തെളിവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, സ്വർണം പൂശിയത് കണ്ടവരുണ്ട്. പക്ഷേ ഈ സ്വർണ്ണപാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ ചെമ്പാണ് തെളിഞ്ഞത്. ചെമ്പ് തെളിഞ്ഞു. ദേവസ്വം ബോർഡിൻ്റെ അതുപോലെ വിശ്വാസമില്ലാത്ത മന്ത്രിസഭകളുടെ ചെമ്പ് തെളിഞ്ഞു. അതായത് അവിടെ സ്വർണം കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം, ചെന്നൈയിലെ സ്ഥാപനം, ഒരിക്കലും സ്വർണം കൊണ്ടുവന്നാൽ സ്വീകരിക്കാറില്ല. കാരണം സ്വർണം പൂശുന്ന പണി അവർ ഏറ്റെടുക്കാറില്ല എന്നുള്ളതാണ്. സ്വർണം കൊണ്ടുവന്നാൽ അവർ സ്വീകരിക്കാറില്ല. ചെമ്പായതുകൊണ്ടാണ് അവർ സ്വീകരിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമയായിട്ടുള്ള അഡ്വക്കേറ്റ് കെ ബി പ്രദീപ് പച്ചയായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. അവർ പ്രൊഫഷണലായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവർക്കിതിൽ കള്ളത്തരത്തിൽ പങ്കില്ല. ഇത് മുക്കിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിന് ഒത്താശകൾ കൊടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ്. അതിൻ്റെ പിന്നിൽ ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഇനി അറിയാനിരിക്കുന്നുള്ളൂ.
രാഷ്ട്രീയമായ മേലധികാരികൾ ഒത്താശ ചെയ്യാതെ അത് സാധ്യമല്ല. കാരണം വിശ്വാസമില്ലാത്ത ദേവസ്വം മന്ത്രിമാരെ അത് ചെയ്യൂ, വിശ്വാസമുള്ളവർ ഇത് ചെയ്യില്ല. അപ്പോൾ അവിശ്വാസികൾ ഈ ക്ഷേത്രം ഭരിച്ചാൽ ഉണ്ടാകുന്ന ആപത്തുകളെക്കുറിച്ചുള്ള സൂചനയാണ് ഒരു പത്രക്കാരനും അന്വേഷിച്ചല്ല അറിയുന്നത്. സ്വാമി അയ്യപ്പൻ സാർ ഈ കോടാനുകോടി നഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ട് ഈ മന്ത്രിയും സർക്കാരൊന്നും ഇത് അറിയുന്നില്ല? മന്ത്രി സർക്കാർ ഇതിന് ഒരു ഗൗരവം ഞങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, അവിടെ വികസനം കൊണ്ടുവന്നു, പക്ഷെ ഒന്നും അറിയുന്നില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും. ഞങ്ങളെല്ലാം കൊണ്ടുവന്നു എന്നുള്ള അവകാശവാദങ്ങളല്ല, അതിനപ്പുറമൊന്നും ഇവർ ചെയ്യുന്നില്ല. അവകാശവാദങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു പോസ്റ്റർ കണ്ടില്ലേ? ആ പോസ്റ്റർ കണ്ടാത്തൊന്നും അതിനകത്ത് ഇപ്പോൾ സജി ചെറിയാനുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, മോഹൻലാലിൻ്റെ ഒരു ചെറിയ പടവുമുണ്ട്. പിണറായി വിജയൻ അനൗൺസ്മെൻറ്റിന് പോവുക നഗരത്തിലുടനീളം, പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കുന്നു. ഇത് കേട്ടാൽ നമുക്ക് തോന്നുന്ന ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് കൊടുക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റുള്ള. ദൈവമേ, മോഹൻലാൽ എന്നൊരു പേര് കേട്ടാൽ മതി, ഒരു പരസ്യവും ആവശ്യമില്ല, ഒരു നോട്ടീസും ആവശ്യമില്ല, ആളവിടെ തടിച്ചുകൂടും. വിജയിൻ്റെ കരൂരിലെ ആൾക്കൂട്ടം പോലെ ആൾക്കൂട്ടാപോടം ഉണ്ടാവാൻ നോക്കിയാൽ മതി. കാരണം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ മണത്തറിഞ്ഞ് പാഞ്ഞു വരും. ഇവർ മൈക്കിനകത്ത് പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ്റെ എന്തോ വലിയൊരു നേട്ടം മോഹൻലാലിൻ്റെ നേട്ടമായിട്ടല്ല കൊട്ടിക്കൊഴിച്ചുകൊണ്ടാക്കുന്നത്. അതുപോലെയാണ് മാതാമണ്ഡായ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു സജി ചെറിയാൻ. കണ്ടോ ഞങ്ങളുടെ മതേതരത്വം കണ്ടോ? എന്നിട്ട് മാതാമണ്ഡാനെ കെട്ടിപ്പോയി സാധാരണഗതിയിൽ ആദ്യം തിരിച്ചു കയറി തലയ്ക്കൊരു ഉമ്മയും കൊടുത്തേച്ച് പോകുന്നു. ഈ മന്ത്രിയെ തന്നെ സാംസ്കാരിക മന്ത്രിയെ തന്നെ വിളിച്ച് നല്ല സംസ്കാരമായി അങ്ങനെ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ കെട്ടിപ്പിടിക്കുക. അത് മാത്രമാണ് അവിടെ നടക്കുന്ന ചടങ്ങ്. ഇതിനെപ്പറ്റി യാതൊരു വിവരവുമില്ലാത്ത സജി ചെറിയനെ തലയ്ക്കൊരു ഉമ്മയും വെച്ച് കൊടുത്തിട്ട് അമ്മയെ അധിക്ഷേപിച്ചതിന് തുല്യമാണത്. അങ്ങനെയൊന്നും ഉമ്മയൊന്നും കൊടുക്കാറില്ല. അങ്ങനെയൊന്നും ഉമ്മയൊക്കെ കൊടുക്കേണ്ടത് അതൊക്കെ മോഹൻലാലിൻ്റെ സിനിമകളിലും ഒക്കെയാണത്. വേറെ ഈ കെട്ടിപ്പിടുത്തം ആലിംഗനം എന്ന് പറയുന്നത് അമ്മയായിട്ടുള്ള അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അമ്മ മക്കളെ കെട്ടിപ്പിടിക്കുന്ന പോലെ കെട്ടിപ്പിടിക്കുന്നു. അതിന് വേറൊരു സിനിമാ നടൻ ഉമ്മ പോകുന്ന പോലെ ഉമ്മ പോകേണ്ട കാര്യം എന്തെന്ന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊരു ആവശ്യമില്ലാത്ത വിവരക്കേട് അദ്ദേഹത്തിൻ്റെ വിവരക്കേടാണ്. ഭരണഘടന കുന്തവും കുറച്ചോക്കണമെന്ന് പറഞ്ഞ വിവരക്കേട് നമ്മൾ കേട്ടതല്ലേ, അത് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഞാനിപ്പോൾ കുറച്ച് ശാഖാചക്രമണം നടത്തി പോവുകയാണ് എന്ന് പറയുന്ന പോലെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ശബരിമല. അതായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. അതായിരുന്നു മാതാമൃതാനന്ദമയ്യയുടെ മഠത്തിലേക്കുള്ള അവരുടെ മഠത്തിൽ യാത്ര, മഠത്തിലിറക്കം. ഇനിയിപ്പോൾ മോഹൻലാലിനെ ആദരിക്കുന്ന പെട്ടെന്ന് ആദരിക്കണം, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആദരിക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. കാരണം മോഹൻലാൽ ഒരു സംഘപരിവാരാണെന്ന് പറയും, സംഘപരിവാറിൻ്റെ ആളാണ്, അതുകൊണ്ടാണ് ഇത് ഫാൽക്കെ അവാർഡ് കിട്ടിയത്. പണ്ട് പറഞ്ഞല്ലോ PT ഉഷയ്ക്ക് രാജ്യസഭാംഗത്വം കൊടുത്തപ്പോൾ പറഞ്ഞല്ലോ സംഘപരിവാറാക്കി. ഇപ്പോൾ സംഘപരിവാറാക്കുന്നില്ല. കാരണം എന്താ? മോഹൻലാലിന് ധാരാളം ആരാധകരുണ്ടെന്നറിയാം. മനസ്സിലായി? അതിലൊക്കെയാണ് കുറച്ച് വോട്ട് പിടിച്ച് എങ്ങനെയെങ്കിലും ഈ ഗവൺമെൻറ്റിനെ, ഇന്ത്യയിലെ ഒരേ ഒരു ഗവൺമെൻറ്, ഇനി വേറെ ഒന്നും വരാനും പോകുന്നില്ല, ഇതിനെ പിടിച്ചൊന്ന് നിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അജണ്ടയാണ്. ബേബി സാറും ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ളതാണെന്നറിയാം. ഇതെല്ലാം ഈ സംഘപരിവാറിൻ്റെ പരിപാടികളാണ് ഇവർ ചെയ്യുന്നതെന്നും അറിയാം. മിണ്ടായിരിക്കുക, കാരണം മിണ്ടിപ്പോയി കഴിഞ്ഞെങ്കിൽ അധികാരം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് പേടിക്കാമെന്ന് കഴിയുമ്പോൾ അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ 4 കിലോ സ്വർണം പോയതിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് അവിടെ എന്നുള്ളത് പറയണം. ഉയസി ഈ കാര്യങ്ങളെ തന്ത്രിയും കൂടി ഇതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ട്. തന്ത്രി ആണ് എഴുതി കൊടുക്കുന്നത് സ്വർണത്തിന് മങ്ങൽ സംഭവിച്ചു, അത് എന്തെങ്കിലും ചെയ്യണമെന്ന്. ഉടനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതങ്ങനെ അറിയുന്നു? അയാൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമാണ്, ദേവസ്വം ബോർഡിനാണ് തന്ത്രി എഴുതി കൊടുത്തത്. ഉടനെ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് ഞാനിത് ശരിയാക്കി തരാം, അടിയൻ ശരിയാക്കിയത്. ഇയാൾ ആര് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേറൊരു ഡിസിഗ്നേഷനും ഇല്ല. അയാൾ നേരെ വന്നിട്ട് ഈ സാധനങ്ങൾ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്നു, അവിടെ ചെന്ന് ചെമ്പാക്കി കൊടുക്കുന്നു. അതിൽ വലിയൊരു ആൽക്കമിയല്ലേ പറയുന്നതല്ലേ? അയാൾ അതും എടുത്ത് സ്വന്തം കാറിൽ പോവുകയാണ്. ആരും ചോദിക്കാനോ ഒരു വിജിലൻസ് കമ്മീഷണറും ഇല്ല, ദേവസ്വം ബോർഡിന്റെ വാഹനവും അല്ല, ഒന്നുമല്ല. എന്ത് തോന്നിയാസമാണ് ഇത് നടക്കുന്നത്? എന്ത് തോന്നിയവാസമാണ് ഈ നടത്തിയിരിക്കുന്നത്? എല്ലാവരും കൂടെ. അപ്പോൾ ദേവസ്വം ബോർഡിന് ഇതൊന്നും അറിയാൻ വയ്യ. എന്തിനാ പിന്നെ ദേവസ്വം ബോർഡ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറങ്ങി രാജിവെച്ച് പോകേണ്ട കാര്യമാണ് അവർ. അന്തസ്സുണ്ടെങ്കിൽ, തൊലിക്കട്ടി ഉണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ട കാര്യമാണ്. അല്ല, ഇത് പഴയ ദേവസ്വം ബോർഡാണെന്ന് പറയാം. പഴയ ദേവസ്വം ബോർഡ് ഉള്ളപ്പോഴല്ല ഇത് വെളിപ്പെട്ടത്, ഈ ദേവസ്വം ബോർഡ് ഉള്ളപ്പോഴാണ് അല്ലേ? എന്നിട്ട് നിങ്ങളന്ന് അന്വേഷിച്ചു, ഇവിടുന്ന് സ്വർണം പോയാലും നിങ്ങൾ അറിഞ്ഞോ? കയറിയിരിക്കുമായിരുന്നല്ലോ ആഗോള സംഗമം നടത്തി വിദേശികളെല്ലാം കൊണ്ടുവരാൻ വേണ്ടി. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇത് പോയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു, നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ ചെയ്തിട്ടില്ല. അതിൻ്റെ ഉണർത്തുപാട്ട് നടത്തിയതാണ് അയ്യപ്പൻ. യേശുദാസ് പാടുന്ന പാട്ട് അയ്യപ്പനെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഹരിവരാസനം. ഇതിപ്പോൾ ആഗോള സംഗമം ഒരു ഉണർത്തുപാട്ടായിട്ട് തിരിച്ചു കൊത്തുകയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ തന്നെ.
കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവർ തന്നെ ആയിരുന്നല്ലോ, ഈ ഗവൺമെൻറ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് PS പ്രശാന്തൻ ഒഴിഞ്ഞു മാറാം, അയാൾ കാലുമാറി വന്ന ആളാണ്. പക്ഷേ ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. അത് നിങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും സുധാകരൻ സത്യമായിട്ട് ആ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.